കൊച്ചി പഴയ കൊച്ചിയല്ല, റൈഫി പഴയ റൈഫിയും അല്ല. എന്തായാലും റൈഫി ഇപ്പോൾ ഭയങ്കര ഒരു ആഘോഷത്തിന്റെ ബോർഡിലാണ്. കൊച്ചിന്റെ കപ്പൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ബോർഡിലാണ് ഞാൻ റൈഫിയെ കാണുന്നത്. റൈഫി, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അന്ന് റൈഫി ഒരു കോൺഫിഡൻസ് പറഞ്ഞിരുന്നു ഇത്തവണ കപ്പടിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചും ടീമിന്റെ ഒരു കോമ്പിനേഷനെ കുറിച്ചും ഒക്കെ. അപ്പോൾ ഈ നിമിഷത്തിൽ എങ്ങനെയാണ് റൈഫി അത് പങ്കുവെക്കുന്നത്? ഒരുപാട് സന്തോഷം. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചായിരുന്നു. കാരണം വലിയ ചലഞ്ച് ആയിരുന്നു ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. കാരണം സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷനായിരുന്നു. നമ്മുടെ ഓണറിന്റെ സുഭാഷിയുടെയും ഒക്കെ ഒരു ഡ്രീമായിരുന്നു. അപ്പൊ അതില് കാര്യങ്ങൾ പറഞ്ഞ പോലെ സഞ്ജു ടീമിലേക്ക് വരുന്നു. അതിനുശേഷമാണ് ഈ ചലഞ്ച് വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഒരു 23 lakhs നമുക്ക് ടീം ബിൽഡ് ചെയ്യേണ്ടത്. കാരണം ബാക്കി എല്ലാ ടീമിനും 50 lakhs ഫുൾ കോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് ഒരു ഹോംവർക്ക് പറയും. നമ്മളെ മിടുക്കന്മാരായ ഒരു 15-20 ക്രിക്കറ്റേഴ്സിനെ നമ്മൾ കൊണ്ടുവരും. അതിനുശേഷം നല്ല പരിശീലനം നൽകി, ഡിഫറെന്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പരിശീലനമാണ് നൽകിയത്. പിന്നെ ഒരുപാട് നമ്മൾ അവർക്ക് വേണ്ടി അവരെ ബാക്ക് ചെയ്യുന്നു. വളരെ ഫ്രീ ആയിട്ട് കളിക്കാനും അവർക്ക് ആ ഒരു ഫയർ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെച്ചു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു കപ്പ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി കൊണ്ടുവരുന്നത്. എങ്ങനെയായിരുന്നു ഫൈനലിലേക്കുള്ള ഒരു 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 ആ ഒരു ടാർഗറ്റിലേക്ക്, കപ്പെന്നൊരു ടാർഗറ്റിലേക്കുള്ള ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഓരോ ദിവസം, കാരണം ഒരു ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ദിവസം നമുക്ക് കൃത്യമായിട്ട് ഓരോരുത്തർ ചെയ്യേണ്ട റോൾ ചെയ്യാം. അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് അതിനെ കട്ട് ഷോട്ട് ചെയ്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. യെസ്, നമുക്കറിയാം ആ ഒരു ഗ്ലോറിയിലേക്ക് പോകണമെങ്കിലും അത് വളരെ ദൂരമായിരുന്നു നമ്മൾ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ. അപ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടുവരണം. അത് തന്നെയാണ് തീർച്ചയായിട്ടും അത് എല്ലാ ദിവസവും അത് മികച്ച രീതിയിൽ നമുക്ക് ആ പെർസെൻറ്റേജ് ഹൈ ആക്കി വെക്കാൻ പറ്റും. അത് തന്നെയാണ് കപ്പിലേക്ക് പോകാൻ സാധിക്കുന്നത്. സഞ്ജു എന്ന ഒരു ഫാക്ടർ വലിയൊരു മോട്ടിവേഷൻ ടീമിന് കൊടുത്തിട്ടുണ്ടോ? ഹ്യൂജ്, മാസീവ് ആയിരുന്നു എന്ന് തന്നെ പറഞ്ഞു. കാരണം സഞ്ജു ടീമിലേക്ക് വരുന്നു. സഞ്ജു വയ്യായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെയാണ് നേരെ വന്ന മാച്ച് കളിച്ച് നമുക്ക് ഗെയിമൊക്കെ ചെയ്യിപ്പിക്കുന്നത്. കൂടാതെ ലോങ് ഓഫ് ഒക്കെ ചില മാച്ചുകളൊക്കെ സഞ്ജു ഓടി. അത്രത്തോളം ഇന്റൻസിറ്റിയാണ്, അത്രത്തോളം ആ ഒരു ഹാർട്ട് ആൻഡ് സോളാണ് സഞ്ജു ടീമിലേക്ക് കൊടുത്തത്. അത് ഒരുപാട് നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനെയും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു, ഇൻസ്പയർ ചെയ്തു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ആ ഒരു ഫ്ലോ ബാക്കി എല്ലാവരും കണ്ടിന്യൂ ചെയ്തു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഈ ഒരു വിജയം നമ്മൾ സഞ്ജുവിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം സഞ്ജു ടീമിലേക്ക് കൊണ്ടുവന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ഹൈ. തീർച്ചയായും. എന്തായാലും സീസൺ 2 കൊച്ചിക്കൊപ്പമാണ്. ഇനി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യമല്ലേ? നമുക്ക് വരുന്ന റോള് കൃത്യമായിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും എന്നോട് ആദ്യം പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.